നമസ്കാരം. കേരളത്തിന് അഭിമാനം തരുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഏക ഹൈവേ NH-66 വൈഡനിങ്. എൻ്റെ നാടായ ഹരിപ്പാടിലെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഏവർക്കും ഹരിപ്പാടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഹൈവേയിൽ ഡാണാപ്പടിയാണ്. ഡാണാപ്പടിയിൽ ഇവിടെ ഒരു പാലത്തിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രസ് എന്ന് പറഞ്ഞത് കണ്ട അടിയിലൊരു ബംഗാളിയാന്ന് തോന്നുന്നു. പണിയൊക്കെ നടക്കുന്നു. അങ്ങനെ പണിയൊക്കെ കണ്ട കമ്പി കെട്ടുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നോക്കിയേ, ഇതാണ് ഡാണാപ്പടി തോടെന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഒരു പാലത്തിൻ്റെ ഇവിടെ കുറച്ച് ഭാഗം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഒരു ഡൈവേർഷൻ വെച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ യാത്ര അതീവ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് ഇതുവഴി പോകുന്നവർ. വേണ്ട ഇങ്ങനെയാണ് പാലത്തിൻ്റെ പോകുന്നത്. അപ്പോൾ ഈ സൈഡിലെ ഒരു തൂണിൻ്റെ പണി വേണ്ട ഇത്രയും കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ കാർത്തികപ്പള്ളി ഡാണാപ്പടി തോടാണ്. കാരണം അവിടെ വേണ്ട കുറച്ച് പേര് വേണ്ട പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ കമ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കെട്ടിവെക്കുന്ന പരിപാടി ഇപ്പോൾ ഇതൊന്നുമല്ല, വെൽഡ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. അതായത് നോക്കിയേ, കമ്പികളൊക്കെ നോക്കിയേ, വളരെ ഗ്രേഡ് കൂടിയ, ഇതിനകത്ത് ഉടായിപ്പൊന്നും ഇല്ലാത്ത വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ പണി ഡിലേ ആവുന്നുണ്ട്, ആ ഒരു കാര്യം സത്യമാണ്. കണ്ടോ, കമ്പിയൊക്കെ പെയിന്റ് അടിച്ച് തന്നെ കമ്പനിയുടെ ഒരു പുതിയ മെയ്ഡാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കമ്പികളൊക്കെ കണ്ടോ ഇത്ര നീറ്റായിട്ട് പണികൾ പോകുന്നതറിയാം. സ്ട്രോങ് ആണ് പണികള്. നമ്മളിപ്പോ ഡാണാപ്പടിയിൽ നിന്ന് ഹരിപ്പാടിലേക്കുള്ള റൂട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡില് JCB ഒക്കെ വർക്കൊക്കെ എർത്ത് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഹരിപ്പാട് അമ്പലത്തിന്റെ തെക്കേ നടയാണ്. ഇവിടെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഓടയുടെ പണിയൊക്കെ ഏകദേശം ഇവിടെയൊക്കെ തീർന്ന സ്ലാബ് വരെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ച് ലെവലുള്ളൊരു പ്രദേശമാണ് ഈ ഏരിയ. അപ്പോൾ ഇവിടെ വലിയ എർത്ത് വർക്കുകളും കാര്യങ്ങളും ഇവിടെ കുറവാണ്. പിന്നെ നമ്മളിപ്പോൾ മാധവ ജംഗ്ഷനിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഓവർബ്രിഡ്ജ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാധവ ജംഗ്ഷനിലാണ്. മാധവ ജംഗ്ഷനിൽ ഇവിടെ റോഡ് ഡൈവേർഷൻ ഉണ്ട്. കാര്യം ഇവിടെ ഈ ഭാഗത്തൂടെ വലത് ഭാഗത്തേക്ക്, അതായത് ഹരിപ്പാടിലേക്ക് വരുമ്പോൾ ഡാണാപ്പടി നിന്ന് എടത്തുവ ചക്കുളത്തുകാവ് പോകുന്ന റൂട്ടാണത്. ഇവിടെ വേണ്ട ഈ ഓവർബ്രിഡ്ജിന്റെ പണി, ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അതായത് ഒരു വലിയ അണ്ടർപാസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതിൽ വേണ്ട പണികൾ ഇങ്ങനെ ഇത്രയും ഉയരത്തിലൊക്കെ ആയി. ഇവിടെ ഇത്രയും പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇടയ്ക്ക് മാറി മാറി വരുന്ന മഴകൾ, ഇപ്പോൾ നമ്മുടെ വീണ്ടും മഴയുടെ ഒരു മട്ടൊക്കെയാണ്. എന്നാലും പണികൾ അവരെ സമ്മതിച്ചു കൊടുക്കണം. ഏറ്റെടുത്ത കമ്പനി അത്രയും ഡിലേ ആക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം മുന്നേ തീരണ ഒരു പ്രോജക്റ്റാണ്, നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഈ മാധവ ജംഗ്ഷനിലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഇപ്പോൾ പഴയമാരിയുള്ളൊരു കൺജക്ഷനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇവിടുത്തെ ഇപ്പം വേണ്ട ഇങ്ങനെ നേരത്തെ ഇവിടെ വന്ന് കറങ്ങി അടിച്ച് പോകണമായിരുന്നു. ഇപ്പം ആ റൗണ്ടൊന്നും അടിക്കണ്ട. വണ്ടിക്ക് അതേ ഇഷ്ടം തിരിഞ്ഞു പോകാനുള്ള സൗകര്യം ഈ പിന്നെ പാലത്തിൻ്റെ തൂണുകളൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അണ്ടർപാസിൻ്റെ തൂണുകളൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നു. നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ NH-ലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മ ഹരിപ്പാടിലൂടെ കണ്ട 4 മണി കഴിഞ്ഞ സമയത്താണ് ഞാൻ വന്നേക്കുന്നത് വ്ളോഗ് എടുക്കാൻ. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇതിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല.
അപ്പൊ നാളത്തേക്കുള്ളൊരു വ്ലോഗിന് വേണ്ടി ഞാനിങ്ങനെ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പൊ ഏതായാലും ഉച്ചകഴിഞ്ഞ് മഴ മാറിയോണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. ലേഡീസൊക്കെ അറച്ചറച്ചൊക്കെയാണ് പോകുന്നത്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ലേഡീസ് പോകുന്ന കാണാം ചിലപ്പം. എന്തായാലും ഈ ഒരു വരുന്ന വണ്ടിയുണ്ട്, പ്രത്യേക ഒരു വണ്ടിയാണ് കണ്ടോ, പ്രത്യേക ഒരു വണ്ടി പോകുന്നുണ്ടോ. ഇവിടെ വേണ്ട ഈ മഴ വരുമ്പോൾ ഇവിടുത്തെ ഈ താത്കാലികമായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ റോഡിന്റെ ചെയ്യണം. ഇവിടുത്തെ MLA ഒക്കെ ഇടപെട്ട് കുറെ KSRTC ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അവര് കുറച്ച് പേര് പണിയൊക്കെ ചെയ്യുന്നുണ്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ മാറ്റം വന്നു. ഇവിടെയൊക്കെ കുറേ കടകളും ബാങ്കും ഒക്കെ ഉണ്ടായിരുന്നതാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇനി പുതിയൊരു മുഖമാണ് കേരളത്തിന്റെ. അതോടൊപ്പം നമ്മുടെ ഹരിപ്പാടും മാറും. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. മാധവ ജംഗ്ഷനിലെ ഈ അണ്ടർപാസിന്റെ ഇവിടുന്ന് ഇങ്ങനെ സ്ലോപ്പ് ഇങ്ങനെ ഉയർന്നാണ് പോകുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ആ ബോയ്സിന്റെ അവിടുന്ന് കയറിപ്പോകും. ഇതിന്റെ ഈ സ്ലോപ്പ് ഇവിടുന്ന് അവിടുന്ന് തുടങ്ങും. അത്രയും ദൂരത്തുനിന്ന് വേണം ഇതിന്റെ സ്ലോപ്പ് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ പണികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇത് ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്, താലൂക്ക് ആശുപത്രിയാണ് ആ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് രണ്ട് സൈഡിലേക്കും വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുണ്ട്. ഇവിടെ എപ്പോഴും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. KSRTCയുടെ അവിടുത്തെ ഇങ്ങനെ ഗതാഗതം ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സൈഡ് ഒരു സൈഡ് ഇങ്ങനെ ചെറിയ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു സൈഡിൽ ഗണ്യമായ ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. KSRTCയിലെ ബസ്സിൻ്റെ ഔട്ട് വേ ആണ് ഈ കാണുന്നത്. ഉള്ളിലേക്ക് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇവിടുന്ന് കയറിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പണികൾ കുറച്ച് സ്പീഡപ്പായി വന്നതാണ്. ഇപ്പോൾ ഇവിടെ കാര്യമായ പണികളൊന്നും ഇവിടെ ഇല്ല എന്ന് വേണം പറയുവാൻ. അപ്പോൾ ഉടൻ തന്നെ ഇവിടുത്തെ പണികളൊക്കെ തുടങ്ങും. ഇവിടെ കുറേ ഒരു ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഡിവൈഡറൊക്കെ വെച്ച് ഇവിടെ എന്തോ പണി തുടങ്ങാനുള്ളൊരു പുറപ്പാടിവിടെ കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വരും ദിവസങ്ങളിൽ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഹരിപ്പാട് നിന്ന് നാങ്ങ്യാർകുളങ്ങരയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനാണിത്. ഇവിടെ ഈ സൈഡിലൊക്കെ രണ്ട് സൈഡിലും അപ്പുറത്ത് മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളിൽ ഒരു സൈഡ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. നാങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. ആ കാണുന്ന വലിയ ബിൽഡിങ് ഏതാണ്ടൊരു 7-8 നില കെട്ടിടമാണ്. അത് ഭാഗികമായി പൊളിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞത്.
എന്നാൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നത് അത് ബിൽഡിംഗ് മുഴുവനായി പൊളിക്കുമെന്നാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടുത്തെ പണികൾ, മറ്റു പണികളൊക്കെ നടക്കുന്നുണ്ട്. ജംഗ്ഷനിൽ തെക്ക് ഭാഗത്തോട്ടുള്ള കുറേ ഇവിടുത്തെ ഓവർബ്രിഡ്ജും കാര്യങ്ങളൊക്കെ പണി നടക്കുന്നുണ്ട്. കുളങ്ങര ജംഗ്ഷനാണ്, കവലയെന്നും പറയും ഇവിടെ. കവലെന്ന് പറഞ്ഞാൽ നാലും കൂടിയ ജംഗ്ഷനാണെന്ന് പറഞ്ഞാൽ ഇവിടെ കവലെന്ന് പറഞ്ഞാൽ ഈ സ്ഥലപ്പേരിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ JCB കൊണ്ട് അവിടെ ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന റോഡിലെ കുഴികളൊക്കെ നികത്തുന്നുണ്ട്. ആ കാണുന്നതാണ് വലിയൊരു ബിൽഡിംഗാണ്. പൊളിക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. എന്നാലും ഇവിടെ അണ്ടർപാസും ഓവർബ്രിഡ്ജും ഒക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം ഏതാണ്ടൊരു 10-12 അടി പൊക്കത്തിൽ ആ തൂണുകളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇതാണ് ഈ ഹരിപ്പാട് നങ്ങേരുളങ്ങര ഏരിയയിലെ NH-66 ഇതുവരെയുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. അടുത്ത ഒരു വ്ലോഗിൽ കാണാം.